നമ്മൾ സാധാരണ ദുബായിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടും ദുബായിലെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഇൻസിഡൻറ്റിന് ശേഷം പല ആൾക്കാരുടെയും ഇപ്പോൾ എൻ്റെ സ്റ്റാഫിലൂടെ പല ആൾക്കാർക്കും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പേടിയാണ്. ഫ്ലൈറ്റിന് കേൾക്കുമ്പോഴേ പേടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ഇൻസിഡൻറ്റിൽ കുറേ കോൺസ്പിറസി എനിക്ക് ഫീൽ ചെയ്തു. അതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഫ്ലൈറ്റിലെ യാത്ര എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് നമുക്ക് കയറി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു യാത്ര സംവിധാനമാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പല ആൾക്കാർക്കും ഫ്ലൈറ്റിൽ പോകാൻ ഭയങ്കര പേടിയാണ്. അതിന്റെ ആവശ്യമേ ഇല്ല. ഒരു ദിവസം നമ്മൾ ഇന്ത്യയിലെ കാർ അപകടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 400 പേരാണ് ഒരു ദിവസം റോഡിൽ മരിക്കുന്നത്. ഒരു വർഷം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ വാഹനാപകടങ്ങളിൽ മരിക്കുന്നുണ്ട് ഇന്ത്യൻ റോഡുകളിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ആകെ 1100 പേര് മാത്രമാണ് ഫ്ലൈറ്റ് അപകടങ്ങളിൽ മരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു അപകടം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ കഴിഞ്ഞത്. സോ നമ്മൾ ഫ്ലൈറ്റിലെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അത്രയും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്മൾ റോഡിൽ കാർ ഓടിക്കുന്നതിനെക്കാട്ടും സേഫ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഈ ഒരു ഇൻസിഡന്റിൽ ഞാൻ കാണുന്ന കുറച്ച് കോൺസ്പിറസി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ പെട്ട ഫ്ലൈറ്റ് ആണ് ബോയിങ് ഡ്രീംലൈനർ 787. ഇതെന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഈ അപകടത്തിൽ പെടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ മോഡൽ ഫ്ലൈറ്റുകൾ ഇന്ന് വരെ അപകടത്തിൽ പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിനകം തന്നെ ഫ്ലൈറ്റ് ക്രാഷായി. ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, 2 എഞ്ചിനുണ്ട് ഫ്ലൈറ്റിൽ, 2 എഞ്ചിനും ഫെയിലായി. പൈലറ്റ് മേഡേ എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക 1 മിനിറ്റിനകമാണ്. അതായത് ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിനകം തന്നെ 2 എഞ്ചിന് ഫെയിലായി. 2 എഞ്ചിന് ഫെയിലാന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ നടക്കാത്തൊരു കാര്യമാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോഴാണ് സത്യം ഡൗട്ട്ഫുൾ ആയത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്ലൈറ്റിലെ ഫ്യൂവൽ ടാങ്ക് ഫുൾ ആയിരുന്നു. അതും ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്, ATF എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫ്യൂവൽ. ഏകദേശം 1,26,000 ലിറ്റർ ഫുൾ സ്റ്റോറേജിലാണ് ആ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഫ്ലൈറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും ബാക്കി കിട്ടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ ആകെ രക്ഷപ്പെട്ടത് ഒരേ ഒരാളാണ്. അതും എന്തോ ഭാഗ്യം കൊണ്ട് ആളുടെ സീറ്റിന്റെ ആ ഒരു ലൊക്കേഷൻ അതായതുകൊണ്ട് മാത്രമാണ് പുള്ളി രക്ഷപ്പെട്ടത്. അത് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ ഇന്ത്യയുടെ ഏവിയേഷൻ ഹിസ്റ്ററി തന്നെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ 3 കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പിന്നെ 4ാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സുമിത് സബർവാൾ എന്ന ഒരാളാണ്. ആൾക്ക് 9000 ഹവേഴ്സ് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് പുള്ളി ഒരു ലൈൻ പൈലറ്റ് ആണ്. അതായത് പൈലറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു പൈലറ്റാണ് ഈ സുമിത് സബർവാൾ എന്ന് പറയുന്ന ആളായിരുന്നു ആ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ. പിന്നെ 5ാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡ്രീംലൈനർ 787 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഏകദേശം 11 വർഷം മാത്രമേ പഴക്കമുള്ളൂ. 11 വർഷം മാത്രം പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതും ഈ കാറ്റഗറി ഫ്ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പുതിയൊരു ഫ്ലൈറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നത് എഗെയിൻ ഒരു കോൺസ്പിറസി മാത്രമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഫാക്ട്സ് ആണ്. ഇനി നമുക്ക് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായ കുറച്ച് സംഭവങ്ങളോട് നോക്കാം. ഈ ഫ്ലൈറ്റ് അപകടം നടന്നത് ഏകദേശം ഉച്ച സമയത്താണ്. ആ ദിവസം രാവിലെ, അതായത് ജൂൺ 12-ാം തീയതി രാവിലെ, ചൗധരി ഗോയൽ എന്നൊരാള് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാവുന്നുള്ളത് പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മിഡ് ഡേ എന്നൊരു ന്യൂസ് പേപ്പർ ഉണ്ട് അഹമ്മദാബാദ്. ആ ന്യൂസ് പേപ്പറിൽ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷായി ഒരു ബിൽഡിങ്ങിൽ കയറുന്ന ഒരു ഫോട്ടോ, അന്ന് രാവിലത്തെ ആ ന്യൂസ് പേപ്പറിൽ, മിഡ് ഡേ ന്യൂസ് പേപ്പറിൽ ഫ്ലൈറ്റ് ക്രാഷായി നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ റിയൽ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാകുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പാണ് ഈ ന്യൂസ് പേപ്പർ പുറത്തിറങ്ങിയത്. പിന്നെ ഇതിൽ ഏറ്റവും ദുരൂഹതയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഫ്ലൈറ്റിൽ ഗുജറാത്തിന്റെ പഴയ CM വിജയ് രൂപാണി എന്ന് പറഞ്ഞ ആളും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ഈ ഫ്ലൈറ്റിൽ മരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആളുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 1206 ആണ്. ആളുടെ എല്ലാ വാഹനങ്ങളും ആൾ ചൂസ് ചെയ്യുന്ന നമ്പറാണ് 1206 എന്ന് പറയുന്ന നമ്പർ. അതായത് ഈ പറഞ്ഞ ലക്കി നമ്പർ 1206 അന്ന് തന്നെയാണ് പുള്ളി മരിച്ചത്. ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ ഇത്രയും കെയർലെസ് ആയിട്ട് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് അനുമതി നൽകിയെന്നുള്ളത് നമുക്കറിയില്ല. 2 എഞ്ചിന് ഫെയിൽ ആവാന്ന് പറഞ്ഞാൽ ഏവിയേഷന്റെ ചരിത്രത്തിൽ തന്നെ നടക്കാത്തൊരു കാര്യമാണ്. അത്രയും സേഫ് ആയിട്ടൊരു ഫ്ലൈറ്റ്, ഡ്രീംലൈനർ 787, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ റീസൺ ഉണ്ടായിട്ട് പോലും ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു വശപ്പശക്ക് ഒരു കള്ളത്തരം എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മാത്രം ചിലപ്പോൾ തോന്നുന്നതാവാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സാധാരണ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യാത്തതാണ്, പക്ഷേ എങ്കിൽ പോലും ഇത് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.